धन्यवाद करता हूँ। നമുക്ക് ഒരുമിച്ച് വീണ്ടും ഇപ്രകാരം ഒരു ആത്മീയയോഗത്തിൽ പങ്കെടുക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. हम सबको मिलकर एक और बार इस प्लेटफॉर्म में मिलने के लिए परमेश्वर ने एक मदद किया। മനോഹരമായ ഗീതങ്ങൾ നാം കേൾക്കുകയും നാം ദൈവത്തെ ആരാധിക്കുകയുമായിരുന്നല്ലോ. बहुत ही मनोहर और सुंदर गीत हम सुनकर परमेश्वर की आराधना कर रहे थे। വിശുദ്ധ ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി നാം എല്ലാവരും പല സ്ഥലങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. पवित्र रविवार में हम आज सब मिलकर के आज के दिन प्रभु की आराधना करने जा रहे हैं। നമുക്ക് അല്പസമയം ദൈവമുമ്പാകായിരിക്കാൻ രാവിലെ ദൈവമുമ്പാകെ ദൈവത്തെ പാടി സ്തുതിക്കുവാനും പ്രാർത്ഥിപ്പാനും വചനം കേൾക്കുവാൻ ദൈവം അവസരം ഒരുക്കുന്നുവല്ലോ. प्रभु के दिन में आज हम सुबह बैठकर परमेश्वर की स्तुति और आराधना करके परमेश्वर के वचन को सीख करके हम यहाँ बैठे हैं। ഈ ആത്മീക കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും പ്രായപരിധിയിൽ നിന്നുള്ള വചനം അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. इस प्लेटफॉर्म में जूम मीटिंग में जुड़े हुए सारे भाइयों बहनों को, प्रभु के दासों को, सबको मैं रायबुली की तरफ से जय मसीह कहना चाहूंगा। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। വളരെ സന്തോഷമുള്ള സമാധാനമുള്ള ഈ രാവിലെ സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഹൃദയംഗമായ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. बहुत ही सुंदर और मनोहर सुबह में हम आपस में मिलकर के परमेश्वर की आराधना कर रहे हैं। വിശുദ്ധ ആരാധനയുടെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണല്ലോ ആരാധനയുടെ ദിവസം. एक पवित्र रविवार में हम हमारे लिए बहुत ही महत्वपूर्ण है दिन जो कि हम परमेश्वर की आराधना करते हैं। നാം ഇന്ന് പകലിൽ ദൈവത്തെ ആരാധിക്കും. हम आज के दिन परमेश्वर की आराधना करेंगे। ദൈവ മക്കളുമായി നാം ഒരുമിച്ച് ചേർന്നിരിക്കും. हम अपने भाइयों बहनों के साथ मिलकर के आराधना करेंगे। നാം എത്ര സന്തോഷമുള്ള ദിവസമാണ് ഇന്നത്തെ പകലിൽ. आज क्या ही मनोहर दिन है। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ഒരു ചെറിയ ചിന്ത വേഗത്തിൽ പറഞ്ഞ അവസാനിപ്പാൻ കർത്താവ് ശരണപ്പെടും. परमेश्वर की आत्मा एक दिया हुआ छोटा सा एक वचन मैं आपके सामने रखना चाहूंगा। വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ആയിരിക്കാം. बहुत ही प्रार्थना के साथ आप सब बैठिएगा। രാവിലെ നിശ്ചയമായും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കും. आज की सुबह परमेश्वर की आत्मा हमसे और आपसे हम सब से मिलकर के बातें करेगा। ജീവിതത്തിന്റെ വലിയ പ്രശ്നങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിലാണല്ലോ നാം എല്ലാം കടന്നു പോകുന്നത്. जीवन के बहुत ही बड़े परेशानी से हम लोग और गुजर रहे हैं। നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ദൈവത്തിന് വേല ചെയ്യുന്ന അഭിഷിക്തന്മാർ വലിയ വെല്ലുവിളിയുടെ മുമ്പിലാണ് ആയിരിക്കുന്നത്. हम जो भी परमेश्वर की सेवकाई करते हैं, प्रभु के दास दासी, हम सभी बहुत ही बड़ी कठिनाई से होकर गुजर रहे हैं। പലപ്പോഴും മാനുഷികമായ രീതിയിൽ നോക്കിയാൽ നമ്മൾ അസുരക്ഷിതരാണ്. अगर हम लोग एक मनुष्य के देखें, अगर पॉइंट ऑफ व्यू से देखें तो हम लोग बहुत ही खतरनाक मोड़ पे खड़े हैं। ആമേൻ. നമുക്കറിയാം ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. പക്ഷേ ആമേൻ നമ്മുടെ ചുറ്റും ശത്രുക്കൾ നമ്മെ വെല്ലുവിളിക്കുന്നു. हम जानते हैं कि परमेश्वर हमारी रक्षा कर रहा है, पर हमारे चारों ओर शत्रु अपने आवाज को उठा रहे हैं। അല്പം ഭയം തോന്നിയാൽ അല്ലെങ്കിൽ മാനുഷികമായ രീതിയിൽ നാം ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നിൽക്കുവാൻ പ്രയാസമുള്ള അനുഭവത്തിലാണ് ദൈവദാസന്മാർ ആയിരിക്കുന്നത്. अगर डर के खड़े रहें और अगर हम लोग अपने मानसिक रूप से अपने आप का दिमाग चलाए तो कभी हम इस सेवकाई में खड़े ना होने का एक परिस्थिति है। നമ്മുടെ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ പഠിച്ചാൽ അവയെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ പലപ്പോഴും ദൈവദാസന്മാരും അവരുടെ കുടുംബവും ദൈവമക്കളും ഒട്ടും സുരക്ഷിതരല്ല. अगर हाँ हमारे यहाँ के बारे में अगर आप लोग जानेंगे और आप लोग समझेंगे तो प्रभु के दासी के परिवार सब खड़े होने लायक नहीं रहेगा। വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ അനുഭവത്തിലൂടെയാണല്ലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ദൈവമക്കളായിരിക്കുന്നത്. बहुत ही कठिनाइयों से होकर गुजर रहे हैं हमारे यहाँ के लोग। നാം കേൾക്കുന്ന വാർത്തകളും മറ്റുമൊന്നും നമുക്ക് സന്തോഷം തരുന്നതല്ല. हम जो सुनने वाली खबर है बाकी सब हम लोग को खुशी ना देने वाली बातें। നാം ശക്തമായി പ്രാർത്ഥിക്കുന്നു, കർത്താവ് സ്ഥിതിക്ക് മാറ്റം തരും. हम शक्तिशाली रूप से हम प्रार्थना कर रहे हैं, परमेश्वर स्थिति को हटाएगा। ഈ വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ ദൈവജനമായി ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് നൽകിയ ഒരു ചിന്തയുമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് രാവിലെ ആയിരിക്കുന്നത്. इस विषय को आगे रख के परमेश्वर आत्मा ने जो मुझे सिखाया वो मैं आपके सामने रखना चाहूंगा। പലപ്പോഴും നമുക്കറിയാം നാം മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് ഉള്ളിൽ ഭാരം ഉണ്ടാകുന്നത്. कई बार हम अगर अपने मानसिक स्थिति का इस्तेमाल करें, मानसिक स्थिति का इस्तेमाल करें, तभी हमारे सामने कठिनाइयां आती हैं। ആമേൻ. എന്നാൽ നമ്മൾ ആത്മീക ദൃഷ്ടിയിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിഞ്ഞു വന്ന് ആമേൻ നമ്മൾ ആത്മാവിൽ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദം കൊണ്ട് നാം നിറയും. കാരണം നാം പൂർണ്ണമായി സുരക്ഷിതരാണ്. अगर वही हम आत्मिक आंखों से देखें तो हमारे अंदर एक आनंद आएगा क्योंकि हम चारों ओर से परमेश्वर की आत्मा से घिरे हुए हैं। യോഹന്നാൻ സുവിശേഷം നിമിത്തം പത്മോസിലായിരുന്നു. यूहन्ना अपने सुसमाचार के चलते एक टापू में था। ദൈവത്തിന്റെ വചനവും ക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം परमेश्वर के वचन और मसीह की गवाही के चलते उसको टापू में भेज दिया गया था। ഡൊമിഷ്യൻ കൈസർ യോഹന്നാനെ നാട് കടത്തി.
डोमिशन कैसर ने राजा ने उसको वहां से बाहर निकाल दिया था। നിരവധി ദേവദാസന്മാരെ ദൈവമക്കളെ പീഡിപ്പിക്കുന്ന കാലഘട്ടം. बहुत सारे प्रभु के दासों को दासियों को मारने का, वो तड़पाने का वो एक टाइम था। വൃദ്ധനായിരുന്ന യോഹന്നാനെ വാളുകൊണ്ട് കൊല്ലുന്ന യുക്തമല്ലെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നാട് കടത്തി ഈജിയൻ കടലിന് നടുവിലുള്ള പത്മോസ് ദ്വീപിലേക്ക്. यूहन्ना जो कि बूढ़ा था, उसको तलवार से ना मारने का परिचय रखकर उसको पतमोस टापू में भेज दिया। മരിപ്പാനായി അയക്കപ്പെട്ട, കൊല്ലുവാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ട പത്മോസിന്റെ ദ്വീപ്. मरने के लिए उसको छोड़ दिया था उस अकाल भरे हुए पतमोस टापू में। ദൈവദാസന്മാരിൽ നിന്ന്, കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് തീർത്തും അകലത്തിൽ, തന്റെ ഗ്രാമമോ തന്റെ നാടോ താൻ വളർന്ന അന്തരീക്ഷമൊന്നുമില്ലാതെ തികച്ചും ഏകനായി ഇപ്പോൾ പത്മോസിലായിരിക്കുന്നു. अपने भाई बंधु मित्र गांव सबको छोड़ करके उसको अकेला उस अकाल भरे पड़े पतमोस टापू में उसको भेज दिया गया था। AD 81 മുതൽ 96 വരെ ഭരിച്ച വ്യക്തിയാണ് ഡൊമിഷൻ എന്ന് പറയുന്നത്. AD 81 से लेकर के 86 तक, 96 तक ये वो डोमिशन कैसर का महाराज था। ആ കാലഘട്ടം നമുക്കറിയാം, ദൈവമക്കളെ സംബന്ധിച്ച് തീർത്തും അപകടകരമായ കാലമായിരുന്നു. अगर एक आत्मिक नजर से देखें तो प्रभु के दासों के लिए, सेवकाई के लिए बहुत ही क्रूर समय था। താൻ ഏകനായി പത്മോസിലായിരിക്കുന്നു. वो अकेला उस पतमोस टापू में था। തന്റെ കൂടെ നിൽക്കുവാൻ മറ്റാരുമില്ലാത്ത അന്തരീക്ഷങ്ങൾ. उसके साथ खड़े होने के लिए कोई भी नहीं था वहां पे। എന്നാൽ നാം വായിക്കുന്നു, കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. हम जानते हैं कि वो प्रभु के दिनों में आत्मा में आ गया। കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി. प्रभु के दिन में यूहन्ना आत्मा में आ गया, ആത്മാവിൽ നിറഞ്ഞു. आत्मा से भर गया। അപ്പോൾ താൻ ദർശനങ്ങൾ കാണുകയാണ്. उस समय वो प्रभु के दर्शन देख रहा है। വെളിപ്പാടുകളുടെ വലിയ കാര്യങ്ങൾ സ്വർഗം തന്റെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു. आने वाली बातों को स्वर्ग उसको आंखें से खोल के दिखा रहा है। 1-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ, पहले अध्याय में जब हम आएंगे, താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ जब वो प्रार्थना करता है, താൻ പെട്ടെന്ന് പുറകിൽ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. ഒരു വലിയ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്നു. जब वो प्रार्थना कर रहा था तो वो पीछे मुड़ के देखता है कि बहुत ही बड़ी तुरही की सी आवाज वो सुनता है। താൻ തിരിഞ്ഞു നോക്കുമ്പോൾ യേശുക്രിസ്തു പൂർണ്ണ സ്വർഗീയ വേഷധാരിയായി തന്റെ കൂടെ നിൽക്കുകയാണ്. वो जब पीछे मुड़कर देखता है तो यीशु मसीह अपने स्वर्गीय वस्त्र को धारण किए हुए उसकी आंखों के सामने खड़े थे। സ്വർഗീയ വേഷധാരിയായി യേശു പത്മോസിലേക്ക് ഇറങ്ങി വന്നു. स्वर्गीय वस्त्र पहने हुए यीशु मसीह पतमोस में उतरता है। 16-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം ഒന്ന് വായിച്ച് വേഗത്തിൽ ഞങ്ങളുടെ ചിന്ത അവസാനിപ്പിക്കും. उसकी 16वीं आयत के पहले कुछ भागों को पढ़कर हम जल्द से समाप्त करना चाहते हैं। കർത്താവിന്റെ ശാരീരിക രൂപത്തെ വർണ്ണിച്ച് വരുമ്പോൾ 16-ാം വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. अगर यीशु मसीह के शरीर को अगर ध्यान से देखेंगे तो 16वीं आयत का पहले पद में कहता है कि उसके हाथ में 7 तारे थे। വായിക്കുന്നു, അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. उसके पढ़ते हैं उसके दाहिने हाथ में 7 तारे थे। ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിവരിച്ചു വരുമ്പോൾ യോഹന്നാൻ വളരെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. അപ്പോൾ വലം കൈയിൽ 7 നക്ഷത്രങ്ങൾ. एक बातों को यूहन्ना गौर से देख रहा था तो उसने देखा कि उसके दाहिने हाथ में 7 तारे थे। ആ 20-ാമത്തെ വാക്യത്തിൽ ആ വിഷയങ്ങളുടെ അർത്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട്. उसकी 20वीं आयत में इस आयत का अर्थ लिखा हुआ है। വായിക്കുന്നു, 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. उसमें यहाँ ऐसा लिखा है, वो 7 तारे उस 7 कलीसियाओं के दूत के बारे में लिखा है। 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാർ. 7 तारे जो कि 7 कलीसियाओं के दूत हैं। യോഹന്നാൻ വളരെ ശ്രദ്ധിച്ചു നോക്കുന്നു. यूहन्ना एक बड़े गौर से देख रहा है। वो സ്വർഗീയ വേഷം ധരിച്ചു വന്ന, മഹത്വം ധരിച്ചു വന്ന യേശുവിന്റെ കയ്യിൽ 7 നക്ഷത്രങ്ങൾ. यीशु मसीह स्वर्गीय वस्त्र को धारण किए हुए महिमा में उसके दाहिने हाथ में 7 तारे थे। താൻ വളരെ ശ്രദ്ധിച്ചു. കാര്യങ്ങൾ മനസ്സിലാകുന്നപ്പോഴാണ് കാര്യങ്ങളുടെ വിശദീകരണം വരുന്നത്. ഈ 7 നക്ഷത്രങ്ങൾ 7 സഭയുടെ ദൂതന്മാർ. जब वो ध्यान से देख रहा था उसको समझ में आ नहीं रहा था, तब वहां से आवाज आई कि उसके दाहिने हाथ में 7 तारे हैं। യോഹന്നാൻ ഇപ്പോൾ പത്മോസ് ദ്വീപിൽ, यूहन्ना अब एक पतमोस टापू में, പ്രശ്നങ്ങളുടെ നടുവിൽ, एक कठिनाइयों के बीच में, തന്റെ ചിന്തകളിലൂടെ ഡൊമിഷൻ കൈസറുടെ മഹാപീഡകളും ദൈവസഭ അനുഭവിക്കുന്ന വലിയ കഷ്ടതകളും തന്റെ മുമ്പിൽ മരിച്ച സഭയുടെ നേതാക്കന്മാരും
ഇവരെ കുറിച്ചുമെല്ലാമുള്ള ചിന്ത യോഹന്നാൻ ഹൃദയത്തിൽ ഭരിക്കുന്നുണ്ട്. उसके दिमाग में ये बातें चल रही हैं कि डोमिशन कैसर वहां पे कलीसिया में सता रहा है, उसके पहले भेजे हुए सारे प्रभु के दास के कंकाल वहां पड़े हुए हैं, इस तरह बड़ी कठिनाइयों से होकर वो वहां गुजर रहा है। ശ്രദ്ധിക്കണമേ, ആ കാലത്തെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രായമുള്ള വ്യക്തി യോഹന്നാൻ. ध्यान देंगे उस समय के सबसे बूढ़ा व्यक्ति था, एक बूढ़ा सेवक था यूहन्ना। ജീവിതകാലം കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച യോഹന്നാൻ ഇപ്പോൾ നിസ്സഹായനെ പോലെ ആയിരിക്കുന്നു പത്മോസിൽ. अपने जीवन को प्रभु की सेवकाई के लिए दे देने वाला यूहन्ना अभी अकेला इस पत्मोस टापू में पड़ा हुआ है। എന്നാൽ യേശു മഹത്വം ധരിച്ചവനായി പത്മോസ് ഇറങ്ങി വന്നപ്പോൾ യോഹന്നാനെ കാണിക്കുന്നു, എന്റെ കയ്യിൽ 7 നക്ഷത്രങ്ങൾ. अब वहीं पे जहां वो अकेला पड़ा हुआ है, यीशु मसीह स्वर्गीय वस्त्र को धारण किए हुए महिमा में अपने हाथ में 7 तारे उसको दिखाता है। സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്ന യേശു ക്രിസ്തു, स्वर्ग से सीधा उतरा हुआ यीशु मसीह, ആമേ, മുഴു വസ്ത്രവും മുഴു രൂപവും സ്വർഗീയ രീതിയിൽ സ്വർഗത്തിലെ വസ്ത്രം, उसके वस्त्र उसका पूरा रूप स्वर्गीय धारण किए हुए था। वो അമാനുഷികമായ അല്പം പോലും ആ ശരീരത്തിൽ ഇല്ലാതെ തീർത്തും തികച്ചും ആമേ സ്വർഗീയ ശക്തിയോടെ മഹത്വത്തോടെ ഇറങ്ങി വന്ന യേശു ക്രിസ്തു. वो मनुष्य की सारी वो कल्पना है, वो सारी वस्त्र, वो सबको छोड़ करके वो स्वर्गीय वस्त्र को धारण कर किया हुआ था। അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോഹന്നാൻ കാണുന്നത്, ആ വലങ്കയിൽ കണ്ടോ, വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ. तब वो देखता है यूहन्ना कि उसके दाहिने हाथ में 7 तारे हैं। ആമേ താൻ വളരെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് കാര്യങ്ങൾ അർത്ഥം മനസ്സിലാക്കുന്നത്. ഈ 7 നക്ഷത്രങ്ങൾ 7 സഭയുടെ ദൂതന്മാർ. वो बड़े ध्यान से देखता है और समझता है कि इन 7 तारों का मतलब है 7 कलीसियाओं के दूत। ആമേൻ. കണ്ടോ, അപ്പോൾ താൻ കാണുന്ന ദൈവസഭയുടെ ഭാവിയെ കുറിച്ച് അല്ലെങ്കിൽ ദൈവസഭയെ സംരക്ഷിക്കുന്ന ആ കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് യോഹന്നാൻ വളരെ ശ്രദ്ധിച്ച് കാണുമ്പോൾ സ്വർഗം തുറന്നു കാണിച്ച വലിയ സത്യം വേദപുസ്തകത്തിന്റെ അവസാനത്തെ പുസ്തകത്തിൽ ശക്തമായി യോഹന്നാനെ ആമേ കാണിക്കുന്നു. ദൈവത്തിന്റെ സഭയുടെ ദൂതന്മാർ, ദൈവസഭയുടെ അധ്യക്ഷന്മാർ കർത്താവിന്റെ വലങ്കയിൽ സുരക്ഷിതരാണ് എന്നുള്ളതാണ്. हम जब देखते हैं यूहन्ना वहां अकेला पड़ा हुआ था, तब वो आत्मा में भरकर वो देखता है कि यीशु मसीह अपने स्वर्गीय वस्तु को धारण किए हुए आगे आते हैं। उसके हाथ में 7 तारे थे, जिनका मतलब है 7 कलीसिया के दूत, यानी कि कलीसियाओं के अध्यक्ष यीशु मसीह के दाहिने हाथ में सुरक्षित हैं। നമുക്കറിയാം, ഏഷ്യ മൈനറിലെ സഭകൾ ആമേ തീർത്തും പ്രതികൂലങ്ങൾ തന്നിലൂടെ കടന്നു പോവുകയാ. हम जानते हैं उस समय एशिया माइनर के उस एरिया की सारी कलीसियाएं बड़ी कठिनाइयों से गुजर रही थी। ആമേ പീഡകൾ അതിശക്തമായി ദൈവസഭ നേരിട്ടുകൊണ്ടിരിക്കുന്നു. वहाँ बहुत ही पीड़ा होते थे वहाँ कलीसियाओं में। എല്ലായിടത്തും ആമേ റോമൻ ഭരണകാലത്തിൽ റോമൻ രാഷ്ട്രത്തിലെ സകല സഭകളെയും ക്രൂരമായി പീഡിപ്പിക്കുന്ന ഡൊമിഷ്യന്റെ കാലഘട്ടം. उस डोमिशन सीजर के राज्य में जो जितने भी रोमी कलीसियाएं थे, सभाएं थी, आराधनालय थे, सबको बंद कर दिया गया था। ഇതിനു മുമ്പുണ്ടായിരുന്നവർ ആമേ ദൈവസഭയെ ശക്തമായി പീഡിപ്പിച്ചു. उनके जिसके पहले जितने भी राज्य हुए थे, उन सब ने कलीसिया को बहुत ही तड़पाया। ആമേൻ. ഇപ്പോഴുള്ള രാജാവും അല്ലെങ്കിൽ അതേ ഡൊമിഷ്യനും അതേ രീതി തന്നെ സ്വീകരിച്ച് ദൈവസഭയെ ശക്തമായി പീഡിപ്പിക്കുന്നു. वही कार्य डोमिशन कैसर भी अपने कलीसिया के साथ कर रहा था। നിരവധി ദൈവദാസന്മാർ, അപ്പോസ്തലന്മാർ, സഭയുടെ അധ്യക്ഷന്മാരെ കൊലപ്പെടുത്തി അനേകർ ജയിലുകളിൽ കഴിയുന്നു. ആമേ പലരും മരണഭീതിയാൽ കഴിയുമ്പോൾ യോഹന്നാന്റെ ദൈവം പറയുന്നു, കണ്ടോ ആമേ, നിങ്ങൾ എന്റെ വലങ്കയിൽ സുരക്ഷിതർ. वहां पे ऐसा जगह था जहाँ पे कई सारे अध्यक्ष लोग, कई सारे कलीसिया के सेवक लोग मारे गए थे, कई सारे लोगों ने अपनी जान दे दी थी। उस समय में यीशु मसीह ये दिखाता है कि कलीसिया के अध्यक्ष यीशु मसीह की दाहिने हाथ में है। ഇന്ന് രാവിലെ ദൈവത്തിന്റെ വേല ചെയ്യുന്ന അഭിഷിക്തന്മാരെ, ദേവദാസിമാരെ, ഒരു കാര്യം ആത്മാവിൽ നാം ശ്രദ്ധിക്കണം. ആമേ, ലോകർ നമ്മളെ എന്തെല്ലാം വിരോധങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വന്നാലും ലോകദൃഷ്ടിയിൽ ഒരുപാട് പീഡകൾ, എന്നാൽ നാം മനസ്സിലാക്കണം, നാം ആമേൻ മഹത്വം പ്രാപിച്ച ദൈവത്തിന്റെ പുത്രനായ കർത്താവിന്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. आज के दिन अगर हम सोचते हैं कि बड़ी कठिनाई से हम गुजर रहे हैं, दुनिया ये कहेगी कि हम क्या है, कैसे हैं, तब हम ये बात को जानना चाहिए कि यीशु मसीह के हाथ में, महिमा में यीशु मसीह के हाथ में हम सुरक्षित हैं। ആമേൻ. സഭയുടെ ദൂതന്മാർ യേശു ക്രിസ്തുവിന്റെ വലങ്കരത്തിൽ, सभा के कलीसियाओं के दूत यीशु मसीह के दाहिने हाथ में। സഭാ അധ്യക്ഷന്മാരെ, ദൈവത്തിന്റെ സഭയുടെ ലീഡേഴ്സിനെ സൂക്ഷിപ്പാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. कलीसियाओं के अध्यक्षों को सुरक्षित रखने के लिए यीशु मसीह के पास ताकत है। യോഹന്നാനെ കാണിക്കുന്നു, നീ ദൈവസഭയുടെ അധ്യക്ഷനാണ്. നീ ഇപ്പോൾ ഇപ്പോൾ മാനുഷികമായ രീതിയിൽ നീ ഏകനാണെങ്കിലും നീ എന്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. यीशु मसीह यूहन्ना से कहता है, तू कलीसिया का एक अध्यक्ष है, तू भले ही यहाँ पे अकेला हो मानसिक रीति से, पर आत्मिक रीति से पूरा स्वर्ग तेरे साथ है। ഇന്ന് നമ്മുടെ ഭയവും ഭീതിയും എല്ലാം മാറട്ടെ. ഇന്ന് രാവിലെ आज के दिन हमारा सारा डर भय भाग जाने ഏതെങ്കിലും രീതിയിൽ മാനസികമായി ഞെരുക്കം നിങ്ങൾ സുവിശേഷ നിമിത്തം മനസ്സിലാക്കണം, നാം
ആമേൻ മഹത്വം പ്രാപിച്ച് യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ സുരക്ഷിതർ. अगर किसी भी रीति से हम अपने आप को अकेले समझते हैं तो समाचार की आंखों से देखें तो हम परमेश्वर के दाहिने हाथ में सुरक्षित हैं। ആമേൻ നാം വായിക്കുന്നു, ഇതാ ആമേൻ പത്മോസിൽ തീർത്തും എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട ഇടത്ത് സ്വർഗം കാണിക്കുന്നു. യോഹന്നാൻ അങ്ങനെയല്ല. ആമേൻ ദൈവസഭയുടെ ദൂതന്മാർ എന്റെ വലം കൈയിലാണ്. जहाँ पे पतमुस टापू में जहाँ पे सब खत्म हो गया, हम अगर मानुष की रीति देखें सब अकाल पड़ गया है, तब वहाँ पे यीशु मसीह कहता है नहीं यूहन्ना, कलीसिया के दूत मेरे दाहिने हाथों में ആമേൻ വലം കൈ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആമേൻ ശക്തിയോടെ സൂക്ഷിപ്പാൻ പര്യാപ്തമായ ആമേൻ വലം കൈ, നാം തീർത്തും സുരക്ഷിതർ. दाहिने हाथ यानी कि सबसे सुरक्षित हाथ, जो कि ताकतवर हाथ है, जहाँ उस हाथों में हमारे कलीसिया के दूत सुरक्षित हैं। നാം വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതിയ ഒരു വാക്യമുണ്ട്. 10-ാം അധ്യായത്തിന് 28, 29 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജോൺ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 28, 29 വാക്യങ്ങൾ. इसी यूहन्ना ने अपने समाचार में अपने 10वें आयत में 10वें अध्याय में कहा है, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. और मैं उन्हें अनंत जीवन देता हूँ, वे कभी नष्ट ना होंगी और कोई उन्हें मेरे हाथ से छीन न लेगा। मेरा पिता जिसने उन्हें मुझको दिया है सबसे बड़ा है और कोई उन्हें पिता के हाथ से छीन नहीं सकता। मैं और पिता एक हैं। വായിക്കുന്നു, കർത്താവിന്റെ കരത്തിൽ കീഴടങ്ങിയിരിക്കുന്ന ആടുകൾ തന്റെ ഭക്തന്മാർ, ദൈവദാസന്മാർ തീർത്തും സുരക്ഷിതർ. വായിക്കുന്നു, ആരും അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. हम जानते हैं हम परमेश्वर की भेड़ें उसके हाथ में सुरक्षित हैं। यहाँ पे लिखा है कोई भी परमेश्वर के हाथों से हमको छीन नहीं सकता। ആമേൻ നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതർ. हमें हम लोग अब परमेश्वर के हाथ में सुरक्षित हैं। ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, ആമേ ക്രിസ്തുവേ യേശുവിങ്കൽ നമ്മെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ന്റെ 7-ാം വാക്യം. फिलिपियों की किताब उसके 7वें अध्याय का 8वीं आयत में कहता है कि परमेश्वर ക്രിസ്തുവേ യേശുവിങ്കൽ നമ്മെ കാക്കും. परमेश्वर हमारी सहायता करेगा। ആമേൻ 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. ഫിലിപ്പിയോൻ की पत्री अध्याय 4 ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. तब परमेश्वर की शांति जो सारी समझ से परे है तुम्हारे हृदय और तुम्हारे विचारों को मसीह यीशु में सुरक्षित रखेगी। മസീഹ് യേശു ക്രിസ്തുവിങ്കൽ കാക്കും. ये मसीह यीशु में सुरक्षित रखेगी। അപ്പോൾ മനസ്സിലാക്കണമേ, നമ്മളെല്ലാവരും സുരക്ഷിതരാണ്. हम ये बात को ध्यान रखेंगे कि हम यीशु मसीह में सुरक्षित हैं। ആമേൻ നാം ദൈവത്തിന്റെ കരങ്ങളിൽ വലങ്കയിൽ സുരക്ഷിതർ. आमीन, हम यीशु मसीह के हाथ में दाहिने हाथ में सुरक्षित हैं। ഡൊമിഷൻ എത്ര തന്നെ വെല്ലുവിളിച്ചാലും, डोमिशन चाहे जितना भी अपनी आवाज को उठाए, എത്ര ദൂരമുള്ള ദ്വീപിലേക്ക് നമ്മൾ നാട് കടത്തിയാലും, कितने दूर वाले द्वीप में हमको फेंक दे, ആമേൻ വെളിപ്പാട് ഇതാണ്. നാം വെളിപ്പാടിനെ മനസ്സിലാക്കണം. നാം ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതർ. जो समाचार को पहचाने जाने हम परमेश्वर के हाथ में सुरक्षित हैं। നാം ദൈവത്തിന്റെ കയ്യിലാണ് ദൈവദാസന്മാരെ. हम यीशु मसीह के हाथों में हैं। ആമേ പലപ്പോഴും ദൈവസഭയകത്തുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, പുറത്തുനിന്നുള്ള പ്രയാസങ്ങൾ, എല്ലാ രീതിയിലും മുമ്പിൽ നിൽക്കുന്ന അഭിഷക്തന്മാർക്ക് നിരവധി വെല്ലുവിളികളുണ്ട്. हमारे कलीसिया में जो बातें होती है, हमारे परिवार में जो बातें होती है, उन सबको देख करके, जो बाहर की कठिनाइयों को देखकर हम जो परेशान होते हैं, എപ്പോഴും സഭാധ്യക്ഷന്മാർ യുദ്ധഭൂമിയിലാണ്. हर वक्त परमेश्वर के दास लोग युद्ध के मैदान में होते हैं। ആമേൻ പലപ്പോഴും ആമേൻ നാം ആൾക്കൂട്ടത്തിലാണെങ്കിലും പലപ്പോഴും നാം ഏകാന്തതയിൽ നിൽക്കാറുണ്ട്. हम भले ही हम अगर भीड़ में खड़े हुए हैं तो हम अकेलापन महसूस करते हैं। നാം ചിന്തിക്കുന്ന, ദൈവമേ ഞാൻ ഈ പത്മോസിലാണോ നിൽക്കുന്നത്? हम मन में सोचते हैं परमेश्वर क्या मैं इस पतमुस में अकेला हूँ? എന്നാൽ യോഹന്നാനെ, ആമേ നിനക്കുള്ള ആത്മിക സന്ദേശം, നമുക്കുള്ള ആത്മിക സന്ദേശം ഇതാണ്. ആമേ പുനരുദ്ധാനം പ്രാപിച്ച, ആമേ ദൈവപുത്രനായ മഹത്വം ധരിച്ച യേശു ക്രിസ്തുവിന്റെ വലങ്കരത്തിൽ നാം സുരക്ഷിതരാണ്. अगर हम ऐसा सोचते हैं तो यूहन्ना और आप ये बातें सुने कि जो पुनरुत्थान से जी उठा हुआ परमेश्वर यीशु मसीह के दाहिने हाथ में हम सुरक्षित हैं। നാം വായിക്കുന്നു, പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആമേൻ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന, അതെ ദൈവശക്തിയാൽ നാം കാക്കപ്പെടുന്നു. हम पहला पत्रस उसका पहला अध्याय का 5वीं आयत में हम पढ़ते हैं, जिनकी रक्षा परमेश्वर की सामर्थ्य से विश्वास के द्वारा उस उद्धार के लिए जो आने वाले समय प्रकट होने वाली है की जाती है। रक्षा परमेश्वर की सामर्थ्य से,
ദൈവശക്തിയാൽ കാക്കപ്പെടുന്നു. परमेश्वर की सामर्थ्य से, ദൈവശക്തിയാൽ കാക്കപ്പെടുന്നു. परमेश्वर की सामर्थ्य से हम सुरक्षित ഇന്ന് हैं। രാവിലെ ആത്മാവിൽ ഈ സന്ദേശത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കുമ്പോൾ आज के दिन आत्मा में इस संदेश की गहराई को जानेंगे तो നാല് ചുറ്റും തിരമാലകളും അതേ കടലിന്റെ ഭീകരാന്തരീക്ഷങ്ങളും വെല്ലുവിളിക്കുന്നു. चारों ओर उस लहरों की आवाज और उस कंकाल पड़े हुए स्थिति में भी ഇന്നലകളിൽ താൻ നേരിട്ട് കണ്ട ഡൊമിഷ്യൻ കൈസറും മറ്റ് ഇതര റോമൻ രാജാക്കന്മാരും സഭയെ പീഡിപ്പിച്ചതിന്റെ ചിത്രങ്ങൾ മുമ്പിലൂടെ ഓടുമ്പോൾ जब हमारी आंखों के सामने वो बातें चलेंगी, डोमिशन कैसर और उससे पहले जितने भी क्रूर राजा वहां आए हुए थे, ഈ വെളിപ്പാടിന്റെ ആ വലിയ നീണ്ട നിരയുടെ ആദ്യത്തെ സീനിൽ ആദ്യത്തെ ചിത്രത്തിൽ യോഹന്നാനെ കാണിക്കുന്നു. യോഹന്നാനെ കണ്ടോ, ആ വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ. इस प्रकाशन के शुरुआती दौर में यीशु मसीह यूहन्ना को दिखाता है, यूहन्ना देखो मेरे दाहिने हाथ में 7 तारे हुए हैं। കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. നാം ദൈവത്തിന്റെ വലങ്കയിലാണ്, യേശുക്രിസ്തുവിന്റെ വലങ്കയിലാണ് നാം ഇരിക്കുന്നത്. हम कठिनाइयों से होकर गुजरते हैं तो अपने चारों ओर उस स्थान को पहचाने कि हम यीशु मसीह के दाहिने हाथ में सुरक्षित हैं। കാരണം വലിയ മൂല്യമുള്ളവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, അഭിഷേകം ചെയ്യപ്പെട്ട ദൈവസഭയെ നയിക്കേണ്ട അഭിഷിക്തന്മാർ, ദൈവത്തിന് അതേ വലിയ ആമേൻ വില കൊടുത്ത് ദൈവത്തിന് വളരെ പ്രാധാന്യമുള്ള വ്യക്തികൾ വലങ്കയിൽ ചേർത്ത് പിടിക്കുവാൻ ദൈവത്തിന് നമ്മെ കുറിച്ച് പദ്ധതിയുണ്ട്. क्योंकि हम यीशु मसीह की नजरों में मूल्यवान हैं। परमेश्वर ने हमें खून दे करके हमको मोल लिया है। हम परमेश्वर की नजरियों में हम मूल्यवान हैं। ദൈവദാസിയെ ആമേൻ, നീ ദൈവത്തിന്റെ കരത്തിൽ സുരക്ഷിതയാണ്. प्रभु की दासी तू यीशु मसीह के हाथ में सुरक्षित है। രാവിലെ ആത്മാവിൽ സന്ദേശം കൈമാറുന്നു, നാം ദൈവകരങ്ങളിൽ സുരക്ഷിതർ. हम इस आज के वचन को गहराई से समझेंगे कि हम यीशु मसीह के हाथ में सुरक्षित हैं। ആത്മീയ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ നാം പത്മോസിലല്ല, നാം നമ്മുടെ മഹത്വം ധരിച്ച കർത്താവിന്റെ വലങ്കയിൽ പൂർണ്ണമായി സുരക്ഷിതരാണ്. हम अगर आत्मिक नजरिए से देखें तो हम पतमुस टापू में नहीं बल्कि यीशु मसीह के हाथ में जो महिमा में स्वर्गीय वस्त्र को धारण किए हुए है उसके दाहिने हाथ में सुरक्षित है। വലങ്കയിൽ വെക്കുന്നതിന്റെ അർത്ഥം ഒരുപാട് പദ്ധതി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വളരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്കറിയാം. ഏറ്റവും അടുത്ത് നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ വലങ്കയിൽ പിടിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ. നാം മറക്കരുത്, നാം ദൈവത്തിന്റെ കരങ്ങളിൽ പ്രാധാന്യമുള്ളവർ. दाहिना हाथ इसलिए हम समझेंगे कि दाहिना हाथ बहुत महत्वपूर्ण होता है, उससे सारे काम होते हैं। तो हम इस बात को ध्यान रखेंगे, यीशु मसीह ने हमको अपने दाहिने हाथ में सुरक्षित रखा है। ഹല്ലേലൂയ. हालेलुया। ഹൃദയത്തിനകത്ത് എല്ലാ ഭാരവും മാറിപ്പോകട്ടെ ഇന്ന് രാവിലെ. अपने दिल की सारी भार को बाहर निकाल दें, എല്ലാ നിരാശകളും മാറട്ടെ. सारी निराशा की बातें बाहर चली ആമേൻ. जाएं। പലപ്പോഴും ആമേൻ പിശാച് പറയും, ഇല്ല നീ തള്ളപ്പെട്ടു, ഒറ്റപ്പെട്ടു, നിന്റെ കൂടെ ആരുമില്ല. ആമേൻ, നീ ദൈവം നിന്നെ മറന്നു, നീ തകർന്നു പോയി, എല്ലാം നിന്റെ ഭാവി തകരുന്നു, നിന്റെ കൂടെ നിൽപ്പാൻ ആരുമില്ല, കണ്ടോ നിയമങ്ങൾ വിരോധമായി വരുന്നു, ഡൊമിഷൻ പോലെയുള്ള ആളുകൾ നിലനിൽക്കുന്നു. ഇപ്രകാരം ഒരുപാട് ചിത്രങ്ങൾ പിശാച് കാണിക്കുമ്പോൾ രാവിലെ ആത്മാവിൽ നമ്മുടെ കണ്ണുകളെ ഉയരത്തിലേക്ക് നോക്കി പറയാം, യേശുവിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതൻ. शैतान हमसे बात कहता है तू अकेला है इस पतमुस टापू में, तेरे साथ कोई नहीं है, परमेश्वर तुझे भूल गया है, तो अभी खत्म हो गया है, तुम्हारे लिए अभी कुछ बाकी नहीं है। तो हम अपने आत्मिक नजरों से देखेंगे कि यीशु मसीह के दाहिने हाथ में हम सुरक्षित हैं। ഞാൻ സുരക്ഷിതനാണ്, मैं सुरक्षित हूँ, ആരും എന്നെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. कोई मुझे परमेश्वर के हाथ से छीन नहीं सकता। ദൈവം എന്നെ തന്റെ ശക്തിയാൽ സൂക്ഷിക്കുന്നു. परमेश्वर अपने सामर्थ्य से मुझे सुरक्षित रखता है। ഓർത്തിരിക്കണേ, വെളിപ്പാട് പുസ്തകത്തിലെ ഈ വലിയ മർമ്മങ്ങളെ കാണിക്കുമ്പോൾ ആദ്യത്തെ അധ്യായത്തിന് പറയുകയാണ്, അഭിഷിക്തന്മാർ യേശുവിന്റെ വലങ്കയിലാണ്. याद रखिए, इस प्रकाशन के शुरुआती दौर में ही परमेश्वर हमको दिखाता है कि कलीसिया यीशु मसीह के हाथों में सुरक्षित है। ആമേൻ. നാം സുരക്ഷിതരാണെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ആടുകളും സുരക്ഷിതരാണ്. अगर हम सुरक्षित हैं तो हमारे हाथ में परमेश्वर ने जो भेड़ दी हैं वो भी सुरक्षित है। ആമേൻ. അഭിഷിക്തൻ സുരക്ഷിതനാണെങ്കിൽ തന്റെ കുടുംബം സുരക്ഷിതരാണ്. अगर परमेश्वर का अभिषेक सुरक्षित है तो अभिषेक का पूरा परिवार सुरक्षित है। ഹല്ലേലൂയ. हालेलुया। എല്ലാ ഭയങ്ങളും മാറട്ടെ. सारा डर की बातें बाहर ആമേൻ. चली जाए। ഉള്ളിലുള്ള എല്ലാ ചഞ്ചലപ്പെടുത്തുന്ന പല അനുഭവങ്ങളുണ്ടല്ലോ, ആമേൻ, അവയെല്ലാം മറക്കാം നമുക്ക്. जो हमारे दिल के अंदर जो छल की बातें हैं सब बाहर निकल आए। ആമേൻ. നാം കാണുന്ന കേൾക്കുന്ന ഒരുപാട് ആമേൻ വാർത്തകളുണ്ടല്ലോ, ദൈവദാസന്മാരെ പീഡിപ്പിക്കുന്ന വിഷയങ്ങൾ, അവയെല്ലാം നമുക്ക് മറക്കാം.
वो जब जब भी हम जितने भी हम खबर सुनते हैं और देखते हैं उन सब बातों को जो भी कलीसिया को नाश करके सब भूल जाएं। അവൻ നിശ്ചയമായും നാം നമ്മുടെ സുരക്ഷിത സ്ഥാനത്തെ കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. നാം ദൈവകരങ്ങളിൽ സുരക്ഷിതർ. निश्चित रूप से हमको ये बोध होना चाहिए कि हम परमेश्वर के हाथों में सुरक्षित हैं। ആമേ ദേവദാസന്മാരെ ചിത്രീകരിക്കുന്ന ആ പദം കണ്ടോ, നക്ഷത്രങ്ങൾ. एक बात को ध्यान देंगे कि उनके हाथों में तारे, वो ആമേ നക്ഷത്രം. तारा ഈ നാം നക്ഷത്രം പോലെ ആമേൻ ജ്വലിക്കുന്ന ആമേൻ ഇത്ര ആമേൻ നമുക്കറിയാം, ആ വലിയ മൂല്യമുള്ള നക്ഷത്രങ്ങളുടെ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയാൽ ഈ പത്മോസിനെ കുറിച്ച് ചിന്തയെല്ലാം നാം മറക്കും. अगर उस तारे को, उस चमकते तारे को हम अगर देखेंगे, उस चमकते हुए तारे को हम समझ कर अगर कंपेयर करेंगे तो इस पतमोस टापू कुछ भी नहीं है। നിശ്ചയമായും ഓർക്കട്ടെ, നാം ദൈവകരങ്ങളിൽ സുരക്ഷിതർ. निश्चित रूप से जान ले कि हम परमेश्वर के हाथ में सुरक्षित हैं। വാക്കുകൾ ഈ ഭാഗത്ത് നിർത്തുകയാണ്. मैं अपने शब्दों को यहाँ विराम देना चाहूंगा। യോഹന്നാൻ കാണുന്നു, ആമേൻ, അഭിഷിക്തന്മാർ, സഭയുടെ ദൂതന്മാർ യേശു ക്രിസ്തുവിന്റെ വലം കയ്യിൽ. यूहन्ना ये देखता है कि कलीसिया के दूत परमेश्वर के हाथ में सुरक्षित ഇന്ന് हैं। പകൽ മുഴുവൻ ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരിക്കട്ടെ. आज के पूरे दिन में इस बात को हम अपने दिल में बैठाए रखें। പരിശുദ്ധാത്മാവ് ഈ ചിന്തയിലൂടെ ആമേൻ ദൈവം നമ്മളെ അനേക ആത്മിക പാഠങ്ങൾ ഈ പകൽ പഠിപ്പിക്കട്ടെ. पवित्र आत्मा इस वचन से हमको अनेक सारी बातें हमको सिखाने നമ്മുടെ पाए। വിചാരങ്ങളിൽ, നമ്മുടെ തീരുമാനങ്ങളിൽ എല്ലാം ഈ വാക്യം, ഈ സന്ദേശം നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ. हमारे जितने भी डिसीजंस होंगे इस वचन के तौर पर ही अनुकूल होंगे। ആമേൻ. ശ്രദ്ധിക്കുക, നാം ദൈവകരങ്ങളിൽ സുരക്ഷിതർ. इस बात को ध्यान देंगे कि हम परमेश्वर के हाथ में सुरक्षित हैं। യോഹന്നാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇതാ 7 സഭയുടെ ദൂതന്മാർ യേശു ക്രിസ്തുവിന്റെ വലം കയ്യിൽ. यूहन्ना अगर जब ध्यान से देखता है तो कलीसिया के 7 तारे उस यीशु मसीह के हाथ में हैं। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें सहायता करे। നിശ്ചയമായി ആത്മാവിൽ പറയാം, ഞാൻ യേശുവിന്റെ കരങ്ങളിൽ സുരക്ഷിതൻ. निश्चित रूप से हम आत्मा में कहेंगे कि मैं परमेश्वर के हाथ में सुरक्षित हूँ। ഞാനും എന്റെ കുടുംബവും യേശുവിന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. मैं और मेरा परिवार परमेश्वर के हाथ में सुरक्षित है। ഹല്ലേലൂയ. हालेलुया। ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. परमेश्वर हमारी सहायता करे, प्रभु आपको आशीष करे। ആമേൻ. ആമേൻ.